ഈ വിവാഹം ഉള്ളിന്റെ ഉള്ളില് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പുറമേ കാണിക്കാത്തതാ. പുറമേ കാണിച്ചാൽ അത് പാർവതി തള്ളി പറയുന്നത് പോലെ ആവില്ലേ? ഈ വിവാഹം നടന്ന പാർവതിക്ക് പിന്നെ ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. അച്ഛമ്മെങ്കിലും ആ പാവത്തിന്റെ മുഖം ഒന്ന് ഓർക്കേണ്ടതായിരുന്നു. ഞാൻ ഓർത്തു മോളെ. ആ കുട്ടിയെ തള്ളിപ്പറയാൻ എനിക്കൊരിക്കലും കഴിയില്ല. സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോ ഞാൻ മുഖം കറുപ്പിച്ച് മാറി നിന്നാൽ അതൊരു വലിയ മര്യാദകളല്ലേ? ശരി തെറ്റുകൾ ഈശ്വരന്മാര് തീരുമാനിക്കട്ടെ. എല്ലാവരും ആ പാവത്തിന്റെ കൈവിട്ടു. സ്വന്തം മോനെ കൊണ്ട് പാർവതിയെ വിവാഹം കഴിപ്പിച്ച അച്ഛനും കൈവിട്ടു. അവളെ ഈ കുടുംബത്തിന്റെ നിലവിളക്കാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള അച്ഛമ്മ അവളെ കൈവിട്ടു. എല്ലാവരും ചുറ്റും നിന്ന് ആക്രമിച്ചപ്പോ ഇത്രയും നാളും പൊരുതി നിന്ന് അവള് തോറ്റുപോയി. നിങ്ങൾ എല്ലാവരും കൂടെ ഇല്ലാണ്ടാക്കിയത് ഒരു പെൺകുട്ടിയുടെ ജീവിതം. ഉദയന്നൂരമ്മയുടെ മുന്നിൽ നിന്ന് കരയാൻ മാത്രമല്ലേ അവക്കിപ്പോ കഴിയും. ചെറിയമ്മ എന്താ താമസിച്ചത്? അകത്ത് ഗംഭീര ചടങ്ങ് നടപ്പുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരണ്ടാന്ന് തീരുമാനിച്ചതാ. ഒന്നുകൂടെ ആലോചിച്ചപ്പോ പാർവതിക്കൊരു കൈത്താങ്ങായി ഞാൻ ഇവിടെ ഉണ്ടാവണമെന്ന് തോന്നി. സ്ഥിരതാമസത്തിനൊന്നുമല്ല, തൽക്കാലം കല്യാണം വരെ. അത് നന്നായി. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ പാർവതി. അവളെ ദ്രോഹിക്കാൻ കിട്ടുന്ന ഒരവസരവും അമ്മയും ജാസ്മിനും പാഴാക്കുന്നില്ല. സുശീലാന്റെ അമേരിക്കയിലേക്ക് തിരിച്ചു പോയതുകൊണ്ട് ആക്രമണത്തിന്റെ ആഘാതത്തിന് അല്പം അയവ് വന്നിട്ടുണ്ട്. എവിടെയും പരാജയപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ചവളാണ് പാർവതി എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പലതും ജീവിതത്തിൽ സംഭവിക്കും. നമ്മളെ തളർത്താനാണെന്നുള്ള ഭാവത്തിൽ അതിനെ സമീപിച്ച നമ്മള് വെറും മനുഷ്യരായി മാറിപ്പോവും. മറിച്ച് നമ്മുടെ കരുത്തളക്കാൻ കടന്നു വന്നവരാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച നമ്മൾ വിജയിക്ക് തന്നെ ചെയ്യും. പക്ഷേ പാർവതി, ഞാൻ ആദ്യം പറഞ്ഞ വെറും മനുഷ്യജന്മമായിപ്പോയി. അവളുടെ വിധി. വിധിയെ പഴിചാരി അനുഭവിക്കാൻ തയ്യാറായ അവളുടെ ഭാവി എന്താവുന്നെങ്കിലും ചിന്തിക്കണ്ടേ? എതിർപ്പിനെ സൗമ്യമായിട്ടെങ്കിലും ഒന്ന് പ്രതികരിക്കണ്ടേ? അവള് ശരിക്കും പ്രതികരിക്കാൻ തുടങ്ങിയ ശത്രുപക്ഷത്തുള്ളവര് അവളുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരും. അധികം താമസിക്കാതെ അത് സംഭവിക്കുന്ന എന്റെ വിശ്വാസം. വിശ്വാസം രക്ഷിക്കട്ടെ. അല്ല, നീ അകത്തേക്ക് വരുന്നില്ലേ? അകത്ത് ചടങ്ങുകളൊക്കെ നടക്കുകയാണെന്നല്ലേ പറഞ്ഞത്? അയ്യോ, നമ്മളില്ലേ. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം അവിടെ നടക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് നോക്കൂത്തിയായിട്ട് നിൽക്കാൻ ഞാനില്ല. ചെറിയമ്മ ചെല്ല്. വിവാഹകാര്യത്തിൽ പണ്ടുകാലം തൊട്ടേ ആചരിച്ചു വരുന്ന ചില ചടങ്ങുകളുണ്ട് ഈ തറവാട്ടിൽ.
കാർന്നോമാരുണ്ടാക്കി വെച്ചതാ. വിശാല് പാർവതിയെ വിവാഹം കഴിക്കുമ്പം അതൊന്നും പാലിച്ചില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അമ്മേ, ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നാ മതി. ഒന്നും ഒഴിവാക്കാതെ നടത്തിക്കോളാം. ഇനി ഒരലോസരവും ഉണ്ടാവരുത്. മണ്ഡപത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വധുവിന് തിലകമണിയിക്കണം. തിലകണിക്കാന്ന് പറഞ്ഞ നെറ്റിയിൽ കുങ്കുമം തൊട്ടു കൊടുക്കണമെന്ന്. ഓ, വിശാലെ, അച്ചമ്മയുടെ കയ്യിലുള്ള കുങ്കുമച്ചെപ്പിൽ നിന്ന് ഒരു നുള്ളെടുത്ത് ജാസ്മിന് തൊട്ടുകൊടുക്ക. വിശാലല്ല തൊട്ടുകൊടുക്കേണ്ടത്. പിന്നെ അച്ഛമ്മയാണോ? ഞാനോ ഗോപിനാഥനോ ഒന്നുമല്ല. തിലകം അണിയിക്കേണ്ട ആളെ ഈ നാളികേരം കാണിച്ചു തരും. നാളികേരം കാണിച്ചു തരുമെന്നോ? എങ്ങനെ? പറന്നു വന്ന് തൊട്ട് കാണിക്കോ? പ്രതാപ, ഈ നാളികേരം തറയിൽ വെച്ച് വട്ടം കറക്കണം. ഇതിന്റെ കണ്ണ് ആരുടെ നേർക്കാണോ വരുന്നത് ആ ആള് വേണം വധുവിനെ തിലകമണിയിക്കാൻ. ഫസ്റ്റ് ഓരോരോ ചടങ്ങുകളെ ഈ അടിയും കറക്കിയാ മതിയോ? ആര് കറക്കിയാലും മതി. ആഹാ, എന്നാ പിന്നെ ഇങ്ങനെ തന്നോളൂ. ആ, ഇവിടെ കറക്കിയാ മതിയാ? മതി. ആ, കറക്കട്ടെ. അയ്യോ, തെറ്റി 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 തെറ്റി. ഞാനേ വലത്തോട്ടല്ലായിരുന്നു കറക്കിയേ, ഇടത്തോട്ടാ കറക്കിയത്. അതാ ദുശകനായത്. അല്ലേലും ഇവള് തൊടുന്ന ഒന്നും ശുഭമാവില്ലല്ലോ. ഞാൻ ഒന്നുകൂടെ കറക്കാവേ. ഒന്നും വേണ്ട. നീ ദുശകുനം ആകാതിരുന്നാ മതി. ബ്യൂട്ടിഫുൾ. അല്ല, ഈ തറവാട്ടിലെ ചടങ്ങുകളൊക്കെ ബ്യൂട്ടിഫുൾ ആണെന്നാ ഞാൻ പറഞ്ഞത്. എത്ര ബ്യൂട്ടിഫുൾ ആയ ആചാരങ്ങൾ അല്ലേ ഗാർഗി? അതെ അതെ. ജാസ്മിൻ കൊടുത്ത സാരിയാ. മറ്റൊരാൾ ഉടുത്ത് പഴകിയ സാരി ഉടുത്ത് നടക്കാനാ നിന്റെ യോഗം. എന്നാലും ഒരുക്കത്തിന് ഒരു കുറവുമില്ല. മണവാട്ടിയാണെന്നാ വിചാരം. എടി, ജാസ്മിന്റെ അടുത്തേക്ക് നീ നിക്കടി. ജാസ്മിന് കണ്ണു കെട്ടായിരിക്കാനേ.
ഉടുത്തു പഴകിയ സാരിയാണെങ്കിലും ഇവളിങ്ങനെ വന്നു നിന്നപ്പോ നിങ്ങളുടെയൊക്കെ കണ്ണുകള് ബൾബ് പോലെ മിന്നിയില്ലേ? അതിന്റെ കാരണമേ ഈ സൗന്ദര്യം തന്നെയാ. ഉള്ളിലെ നന്മ മുഖത്ത് റിഫ്ലക്ട് ചെയ്തപ്പോ പാർവതി സുന്ദരിയായി. 10 ലക്ഷത്തിന്റെ ഡ്രസ് ഇട്ട് വന്നാലുവേ ജാസ്മിനെ നീ സുന്ദരിയൊന്നും ആവില്ല. കാരണേ ഉള്ളിലെ കുശുമ്പല്ലേ മുഖത്ത് റിഫ്ലക്ട് ചെയ്യുന്നേ. അതുകൊണ്ട് നീ ജാസ്മിന്റെ അടുത്തൊന്നും പോയി നിൽക്കണ്ട പാർവതി. നിനക്ക് കണ്ണു തട്ടും. നീ നിൽക്കേണ്ടത് എവിടെയാണെന്ന് അറിയാവോ? വാ. ഇവിടെയാ നിൽക്കേണ്ടത്. അമ്മേ, നാളികേരം കറങ്ങിയപ്പോ അതിന്റെ കണ്ണ് പാർവതിയുടെ നേരെയല്ലേ വന്നത്? അപ്പോ പാർവതിയാണല്ലോ ജാസ്മിന് തിലകം തൊട്ടുകൊടുക്കേണ്ടത്. പക്ഷെ അത് വേണോ അമ്മേ? എത്തിയല്ലോ. അഭിപ്രായം പറയാൻ കൃത്യസമയത്ത് തന്നെ എത്തി. ഇപ്പോഴാണോ എഴുന്നള്ളാൻ സമയം കിട്ടിയത്? അതെ, ഞാൻ എപ്പോ വരണം, ഞാൻ എപ്പോ പോണോന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. എന്നെ നിയന്ത്രിക്കാൻ വന്നേക്കല്ലേ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. മതി മതി. ജാസ്മിനെ തിലകം അണിയിക്കേണ്ടത് പാർവതിയെ. മോളെ, ഇതിൽ നിന്ന് ഒരു നുള്ളു കുങ്കുമം എടുത്ത് ജാസ്മിന്റെ നെറ്റിയിൽ തൊട്ടു കൊടുക്കും മോളെ. ഓ പിന്നെ ജാസ്മിന് പൊട്ടുതൊട്ട് കൊടുക്കാനും മുടി വെട്ടിക്കൊടുക്കാനും നഖം വെട്ടിക്കൊടുക്കാനും ഒക്കെ ഇവിടെ ആൾക്കാർ ഒരുപാടുണ്ടല്ലോ. അവരോടങ്ങ് പറഞ്ഞാ മതി. കാണിക്കുന്നേ? അച്ഛമ്മ എന്നോട് ആവശ്യപ്പെട്ടത്. അച്ഛമ്മയെ ഞാൻ ഒരിക്കലും ധിക്കരിക്കില്ല. പാർവതി നിക്ക്. തിലകം തൊട്ടു കൊടുക്കുന്നതിന് മുമ്പ് ജാസ്മിൻ പാർവതിയുടെ കാല് തൊട്ട് വണങ്ങണം. നിനക്കെന്താടി ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്തൊന്നുമല്ല, സന്തോഷ. ഈ കർമ്മ എന്ന് പറയുന്ന സാധനേ ബൂമറാങ് പോലെ കറങ്ങി തിരിഞ്ഞ് തുടങ്ങിയെടുത്ത് എന്നെ തിരിച്ചു വന്നത് കണ്ട എന്റെ സന്തോഷം എനിക്ക്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? പാർവതിയെ കൊണ്ടേ നീ നിന്റെ കാല് പിടിപ്പിക്കാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. നീ എങ്ങനെയൊക്കെ ശ്രമിച്ചു അതിപ്പോ നിനക്ക് തന്നെ വന്ന് ഭവിച്ചു. വരക്കടി വരക്കടി അങ്ങോട്ട്.
അതാണ് അണിയിച്ചേരേണ്ടത്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, മുകളിൽ ഒരാൾ എല്ലാം കണ്ടോണ്ടിരിപ്പുണ്ട്. ദൈവം നിനക്കേ നൈസായിട്ട് പണി തന്നിട്ടുണ്ട് മോളെ. പാർവതി പറഞ്ഞത് നീ കേട്ടില്ലേ? ഒരിക്കലും അച്ഛമ്മയെ ധിക്കരിക്കില്ലെന്ന്. പാർവതി കുങ്കുമം തൊട്ട് തരുമ്പോഴേ നീ പാർവതിയുടെ കാല് തൊട്ട് വണങ്ങണോന്ന് പറഞ്ഞതേ അച്ഛമ്മയാ. അച്ഛമ്മയെ ധിക്കരിച്ചാലേ ഈ വിവാഹത്തിന് പങ്കെടുക്കാൻ മനസ്സില്ലെന്നും പറഞ്ഞ് അച്ഛമ്മ അച്ഛമ്മയുടെ പാട്ടിന് പോവും. അച്ഛമ്മ പോയാ അറിയാലോ, വിശാൽ ബ്രോയുടെ പാട് നോക്കി അങ്ങ് പോവും. നീ ഇവിടെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കേണ്ടി വരും. അറ്റൻഷനില് ദാ ഇങ്ങനെ. വിവാഹം മുടങ്ങാതിരിക്കാൻ വേണ്ടി നീ പാർവതിയുടെ കാൽ തൊട്ട് വണങ്ങിയ. നീ മാത്രമല്ല, നിന്നെ കൊമ്പത്ത് കയറ്റി വെച്ചിരിക്കുന്ന അമ്മയും അങ്കിളും എല്ലാവരും പാർവതിയുടെ മുന്നിൽ മുട്ടുകുത്തിയതുപോലെ ആവും. ഈ തറവാട്ടിലെ പഴയ കാരണവന്മാരെ ഈ നാളികേരത്തിൽ ഇറങ്ങി വന്ന് നിനക്ക് 8ന്റെ പണി തന്നല്ലോ എന്റെ ജാസ്മിനെ. ഇനി നീ എന്ത് ചെയ്യും? രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ചെല്ല്.